ജിൻസ് കോക്ക് ചാവ. ചാവ മീൻസ് സിംഗക്കുട്ടി, ലയൺസ് കബ്. ഈ സിനിമയിൽ ലയൺ എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഛത്രപതി ശിവജി, മറാത്ത എംപയർ. അദ്ദേഹത്തിൻ്റെ എൽഡസ്റ്റ് സൺ, മൂത്ത മകനായിട്ടുള്ള ഛത്രപതി സാംബജിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇതൊരു ഹിസ്റ്റോറിക് ആക്ഷൻ ഫിലിം എന്ന് പറയാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മൺ ഉടേക്കർ. അദ്ദേഹം ബേസിക്കലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അതിൻ്റെ ഗുണം സിനിമയിലുടനീളം കാണാം. ഈ സിനിമയിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഫ്രെയിമിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിവിഷൻസ്, പരിപാടികളൊക്കെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന രീതി. പിന്നെ ഈ സിനിമ കാണുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല സുഖമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞില്ല, ഇതിലെ ആർട്ട്, കോസ്റ്റ്യൂംസ് ഉൾപ്പെടെ എല്ലാം, പിന്നെ ഓഫ് കോഴ്സ് പെർഫോമൻസസ് കൊണ്ട് ഈ സിനിമ കാണുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. ഒരുപാട് ചവറ പോലെ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ ഈ ബോളിവുഡിൽ സ്ഥിരം സാധനമാണ് അത്. പക്ഷെ അങ്ങനെയല്ല, ഇതിന് ഒപ്പം ഒരു ഇമോഷണൽ കണക്ഷൻ കൂടി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ചരിത്രപരമായിട്ട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റിസേർച്ചും കാര്യങ്ങളൊക്കെ സിനിമ എന്നതിനപ്പുറത്തേക്ക് ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ സിനിമ എന്ന നിലയ്ക്ക് നല്ല ഒരു ക്രാഫ്റ്റാണ്. ARRൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, AR റഹ്മാൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് ഈസ് പെർമനൻറ്റ്. ദ ഗോഡ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് എന്ന് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം എത്ര ജോണറിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ. ഇതിൽ എത്ര ഡെപ്തിലാണ് അദ്ദേഹം സ്കോർ കൊടുത്തിരിക്കുന്നത്. പല സ്കോറും ഈ സിനിമയെ അങ്ങനെ അങ്ങ് ഉയർത്തിക്കൊണ്ടുപോകാം. പിന്നെ ആ ഒരു ഹോറിപ്പിലേഷൻ ഉണ്ടാക്കേണ്ട സമയത്ത് അത് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ARR സിംഗിൾ ഹാൻഡഡ്ലി ഈ സിനിമയെ ഒരു വശത്തൂടെ അത്രയും എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. പിന്നെ വിക്കി കൗശൽ ഇദ്ദേഹമായിട്ട് ജീവിക്കുകയായിരുന്നു, ഛത്രപതി ആയിട്ട് ജീവിക്കുകയായിരുന്നു. അത്രയും ഗംഭീര പെർഫോമൻസ്. പിന്നെ എന്നെ ശരിക്കും ഞെട്ടിച്ചറിഞ്ഞത് അക്ഷയ് ഖന്ന ഔറംഗസേബായിട്ട്. ഈ കാലഘട്ടം അറിയില്ല, ഔറംഗസേബും ഛത്രപതിയും തമ്മിലുള്ള ആ ഒരു പരിപാടിയാണ്. അതിൽ ഈ ഔറംഗസേബായിട്ട് ഇദ്ദേഹം അക്ഷയ് ഖന്ന ശരിക്കും ഉണ്ടല്ലോ, മനസ്സിലാവില്ല, അക്ഷയ് ഖന്നയെ മനസ്സിലാവില്ല. നല്ല പ്രായമുണ്ട് ഔറംഗസേബിന് ഇതിനകത്ത്, കഥാപാത്രത്തിന്. അത്രയും പ്രായം ഉണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വാഗ്, ഓറ, സ്ക്രീൻ പ്രസൻസ്, ARR സ്പെഷ്യലായിട്ട് സ്കോറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന പരിപാടി. പിന്നെ ARRൻ്റെ തൂഫാൻ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അത് നമ്മളെ ഷഹൻഷാ സോങ് പോലെ, ജോധാ അക്ബറിലെ ഗംഭീരമായിട്ടുള്ള സോങ്ങാണ്. പിന്നെ തുടക്കത്തിലൊരു ട്രഷർ ഹണ്ട്, അതായത് ഇവർ തമ്മിലുള്ള ഈ ഔറംഗസേബിൻ്റെ പടയാളികളും ഈ ഛത്രപതിയുടെ അത് വരുന്ന സമയത്ത് ഒരു ലയണായിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ നല്ല രീതിക്ക് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നു. നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. കറക്റ്റ് നമുക്ക് കാണാം ഫൈറ്റ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പോകുന്ന സിനിമ. പിന്നെ ചരിത്ര സിനിമ ആയതുകൊണ്ട് തന്നെ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. ആ രശ്മിക മന്ദാന അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട്, വിക്കി കൗശലിൻ്റെ വൈഫായിട്ട്, സാംബജിയുടെ വൈഫായിട്ട്. പിന്നെ ധാരാളം കഥാപാത്രങ്ങളില്ല. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പറയുന്നതാണ്. പിന്നെ ഔറംഗസേബിൻ്റെ മകളായിട്ട് ഒരു കഥാപാത്രമുണ്ട്. പിന്നെ രണ്ടാനമ്മ, സ്റ്റെപ്പ് സൺ, അങ്ങനെ. പിന്നെ കുറേ പടയാളികളും. അപ്പം ഇതിനകത്ത് കുറേ ട്രൈറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഗറില്ല മോഡ് ഓഫ് വാർ ഉണ്ട്. ഇങ്ങനെ പോവാം. സിനിമ ഇങ്ങനെ പടപടപടേ പോകുന്ന സിനിമയല്ല. കുറച്ച് സ്റ്റോറി ടെല്ലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അവസാനത്തെ സീക്വൻസ് പറയാൻ ഭയങ്കര ഡ്രാമയാണ്, എക്സ്ട്രീം ഡ്രാമയാണ്. അതായത് ലാസ്റ്റ് ഇദ്ദേഹത്തെ ഈ സാംബജിനെ പിടിച്ചുകൊണ്ട് ടോർച്ചർ ചെയ്യുന്ന കുറച്ച് സീൻസ് ഉണ്ട്. ടോർച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ടോർച്ചറിങ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇളകും, സത്യമായിട്ട് ഇളകും. കാരണം ഔറംഗസേബ് അതുപോലത്തെ പരിപാടി കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ ആണ് ഈ ഒരു വികാരം വന്നിട്ട്. കാരണം ഇത് ബേസിക്കലി ഒരു മുസ്ലിം ഹിന്ദു സാധനമാണ്. ഹിസ്റ്റോറിക്കലി തന്നെ ഇതിനകത്ത് വരുന്നത്. ഇതിലെ ചില ഡയലോഗ്സ് അങ്ങനെ തന്നെ. ഇതിൽ അവസാനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഡയലോഗുണ്ട്. ഇതിൽ ഔറംഗസേബ് ഈ സാംബജിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും, പക്ഷേ നിങ്ങൾ മതം മാറണം. അപ്പോൾ തിരിച്ച് സാംബജി ഔറംഗസേബിനെ ചോദിക്കുകയാണ്, പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും, പക്ഷേ നിങ്ങൾ മതം മാറണ്ട. ഇതൊരു ഭീകര സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിങ്ങനെ ഒരു സിനിമയിൽ കൂടെ പറയുന്ന സമയത്ത് ഇത് ചരിത്രമായിട്ട് എത്രമാത്രം സമന്വയിച്ച് പോകുന്നു. ഇതൊരാൾ എഴുതിയ സാധനമാണല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ഔറംഗസേബിൻ്റെ മതം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ശിവജിയുടെ മതം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അത് റിയാലിറ്റി ആണല്ലോ. അതിൽ നിന്നുകൊണ്ട് ഇത്തരം സിനിമകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അവസാനം കണ്ടിട്ട് പല നോർത്തിലും പല പിന്നെ പിള്ളേർ, ചെറിയ കുട്ടികളും വലിയ ആൾക്കാർ വരെ ലാസ്റ്റ് ഈ ശിവജിയുടെ സൂക്തങ്ങളൊക്കെ ചൊല്ലി എല്ലാവരും ഏറ്റുചൊല്ലി പോകുന്നില്ല. അതിൽ AR റഹ്മാനൊരു വലിയ പങ്കുണ്ട്. കാരണം അവസാനം ഒരു അൺക്രെഡിറ്റിൽ അതുപോലത്തെ ഒരു സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കേൾക്കുമ്പോൾ വികാരമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ കണ്ട് ശിവജി, ഇതൊക്കെ വികാരമുള്ള ആളുകൾക്ക്, ഛത്രപതി വികാരമൊക്കെ ഉണർന്നിട്ട് അതാണ് അവർ തിയേറ്ററിൽ കാണിക്കുന്നത്. അത് ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി ഇത് രണ്ടും അങ്ങ് ഒന്നായിപ്പോയി. സിനിമയും റിയാലിറ്റി ഒന്നായിപ്പോയി. സിനിമ കഴിഞ്ഞ് എന്നിട്ട് ആൾക്കാർ അവിടെ നിന്നിട്ട് ഇതിങ്ങനെ
അപ്പോൾ അതാണ് ഇതിന് ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ട് ഇത്തരം സിനിമ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സിനിമകൾ പ്രൊപ്പഗാൻഡ സിനിമയാണ്, ഇതിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ നോക്കണം, അതൊക്കെ റീഡ് ചെയ്യണം എന്ന് പറയുന്നത്. മഡോക് ഫിലിംസ് വെറും 130 കോടിക്ക് എടുത്ത പടം. ഇത് ഫെബ്രുവരി 14 ഇറങ്ങിയാണ്. ഇപ്പോഴേ തന്നെ അതൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. നല്ലോണം കയറും സാധനം. നോർത്തിൽ അറിയാലോ, നല്ലോണം സെല്ലാവണ ഒരു സാധനമാണിത്. പക്ഷേ അത് ഒരിക്കലും ഇതിൻ്റെ കോണ്ടൻറ്റ് കൊണ്ട് മാത്രമല്ല, ഈ സിനിമ ക്രാഫ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു സിനിമ എന്ന നിലയ്ക്ക് മാത്രം എടുത്തു കഴിഞ്ഞാലും ഇത് ഒരു നല്ലൊരു വർക്കാണ്. അതുപോലെ പണിതിട്ടുള്ള ഒരു പണി അറിയാവുന്ന ഡയറക്ടർ പണിതിട്ടുള്ള വർക്കാണ്.